ശമ്പള പരിഷ്കരണമടക്കം വമ്പൻ പ്രഖ്യാപനങ്ങൾ. ദൈർഘ്യമേറിയ നാലാമത്തെ ബജറ്റ് അവതരണവുമായി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. പദ്ധതികൾ നടപ്പാക്കുക എളുപ്പമോ? വാർത്തകൾ നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. രണ്ടായിരത്തി 26-27 സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുന്നത് ഏറെ സന്തോഷത്തോടെയും അതിലെ അഭിമാനത്തോടെയുമാണ്. ജനകീയ പ്രഖ്യാപനങ്ങളുമായി രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ്. തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ബജറ്റിൽ പ്രഖ്യാപനങ്ങളുടെ പെരുമഴ. സർക്കാർ ജീവനക്കാർക്ക് കാര്യമായ കരുതൽ. ശമ്പള പരിഷ്കരണത്തിന് കമ്മീഷൻ. DA കുടിശ്ശിക പൂർണ്ണമായും നൽകും. ഏപ്രിൽ മുതൽ അഷ്വേർഡ് പെൻഷൻ. അവസാന അടിസ്ഥാന ശമ്പളത്തിന്റെ 50% തുക ഉറപ്പാക്കും. അങ്കണവാടി, ആശാവർക്കർമാർ, പ്രീ പ്രൈമറി സ്കൂൾ അധ്യാപകരുടെയും പ്രതിമാസ വേതനം 1000 രൂപ വർദ്ധിപ്പിച്ചു. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1000 കോടി രൂപ അധികമായി വകയിരുത്തും. ക്യാൻസർ, ക്ഷയരോഗികളുടെ പ്രതിമാസ പെൻഷൻ ഇരട്ടിയാക്കി. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഇൻഷുറൻസ് പദ്ധതി. റോഡ് അപകടത്തിൽപ്പെട്ട് ചികിത്സ തേടുന്നവർക്ക് ആദ്യത്തെ 5 ദിവസം പണരഹിത ചികിത്സ. മെഡിസെപ്പ് ഇൻഷുറൻസ് രണ്ടാം ഘട്ടം ഫെബ്രുവരി 1 മുതൽ. കൂടുതൽ ആശുപത്രികളും പദ്ധതിയിൽ. കേരളിന് പകരം RRTS അതിവേഗ പാത. നഗര മെട്രോകളെ ബന്ധിപ്പിക്കും. കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ചത് നാലാമത്തെ ദൈർഘ്യമേറിയ ബജറ്റ്. കേന്ദ്രത്തിന് വിമർശനം. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അധികാരം കേന്ദ്രം കവർന്നെടുക്കുന്നുവെന്ന് ധനമന്ത്രി. അനാവശ്യ രാഷ്ട്രീയം കലർത്തി ബജറ്റിന്റെ വിശ്വാസ്യത കളഞ്ഞെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അഴീക്കോട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ നിർണായക വിധിയുമായി സുപ്രീംകോടതി. KM ഷാജിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. അയോഗ്യത വിധിക്കാൻ ഹൈക്കോടതിക്ക് അധികാരമില്ലെന്ന് സുപ്രീംകോടതി. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന് വിട നൽകി രാജ്യം. അന്ത്യാഞ്ജലി അർപ്പിച്ച ആയിരങ്ങൾ. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തു. DGCA അന്വേഷണം പുരോഗമിക്കുന്നു. വിമാന കമ്പനി അധികൃതരെ ചോദ്യം ചെയ്തു. ഓഫീസിൽ ഉദ്യോഗസ്ഥരുടെ പരിശോധന. സ്വർണ്ണവില ഒറ്റയടിക്ക് പവൻ 8640 രൂപ കൂടി 1,31,160 രൂപയിലെത്തി. ഗ്രാമിന് 1080 രൂപ വർദ്ധിച്ച് 16,395 രൂപ. ഈ ആഴ്ച മാത്രം 10% വർധനവ്. വെള്ളിവിലയും കൂടി. ചരിത്രത്തിലാദ്യമായി കിലോഗ്രാമിന് 4 ലക്ഷം രൂപയ്ക്കടുത്ത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് തൊട്ടുമുമ്പ് സർക്കാരിന്റെ അവസാന ബജറ്റിൽ ജനക്ഷേമ പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായത്. ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിച്ചു. ക്ഷാമബത്ത കുടിശ്ശിക അടുത്ത മാസം നൽകും. അഷ്വേർഡ് പെൻഷൻ ഏപ്രിൽ മുതൽ. അങ്കണവാടി ആശാവർക്കർമാർക്കും പ്രൈമറി സ്കൂൾ ടീച്ചർമാർക്കും 1000 രൂപയുടെ ശമ്പള വർധനവ്. ഒപ്പം ക്യാൻസർ രോഗികളുടെ പെൻഷൻ 1000 രൂപയിൽ നിന്ന് 2000 ആക്കി വർദ്ധിപ്പിക്കുന്നു. പ്രതീക്ഷിച്ചിരുന്ന സാമൂഹ്യക്ഷേമ പെൻഷനിൽ വർധനവുണ്ടായില്ല. ധനസ്ഥിതിയുടെ വിശ്വാസ്യത തകർത്തുവെന്നും ഗീർവാണ പ്രസംഗമാണ് 3 മണിക്കൂറോളം നീണ്ട ധനമന്ത്രിയുടെ ബജറ്റെന്നും പ്രതിപക്ഷം വിമർശിച്ചു. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം സംബന്ധിച്ച് 5 വർഷ തത്വം പാലിക്കുക എന്നത് തന്നെയാണ് ഇടതുപക്ഷ സർക്കാരുകളുടെ എക്കാലത്തെ നയം. ഇതിന്റെ ഭാഗമായി 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിക്കുകയാണ്. റിപ്പോർട്ട് 3 മാസം കൊണ്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും സമയബന്ധിതമായി നടപ്പിലാക്കുകയും ചെയ്യും. സർ, DA DR കുടിശ്ശിക. സർ, സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും നിലവിൽ അവശേഷിക്കുന്ന DA DR ഗഡുക്കൾ പൂർണ്ണമായി നൽകാൻ തീരുമാനിക്കുന്നു. ഒരു ഗഡു DA ഫെബ്രുവരി മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകുന്നതാണ്. നിലവിൽ അവശേഷിക്കുന്ന ഗഡുകൾ പൂർണ്ണമായും മാർച്ച് മാസത്തെ ശമ്പളത്തോടൊപ്പം അനുവദിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്യാൻസർ, ക്ഷയരോഗികളുടെ പ്രതിമാസ പെൻഷൻ 1000 രൂപയിൽ നിന്ന് 2000 രൂപയായി ഉയർത്തിയിട്ടുണ്ട്. ഒപ്പം സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് അപകട ലൈഫ് ഇൻഷുറൻസ് പദ്ധതിക്കായി 15 കോടി രൂപ വകയിരുത്തി. കാരുണ്യ പദ്ധതിക്ക് പുറത്തുള്ള കുടുംബങ്ങൾക്കായി പുതിയ ഇൻഷുറൻസ് പദ്ധതിക്ക് 50 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. പൊതുമേഖലാ ജീവനക്കാർക്കും സഹകരണ ജീവനക്കാർക്കും പ്രത്യേക ഇൻഷുറൻസും പ്രഖ്യാപിച്ചു. ഇൻഷുറൻസ് പരിരക്ഷ. അസംഘടിത തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അപകട ലൈഫ് ഇൻഷുറൻസ് ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പുമായി ചേർന്ന് ഗ്രൂപ്പ് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്താൻ സർക്കാർ ആലോചിക്കുന്നു. ഇതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സഹായവും ഉണ്ടാകും. സംസ്ഥാനത്തെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും. സംസ്ഥാനത്തെ ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും.
സർ, ക്ഷേമനിധി അംഗങ്ങളായ ലോട്ടറി തൊഴിലാളികൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും. ഫെബ്രുവരി 3-ാം വാരത്തോടെ വയനാട് പുനരധിവാസത്തിന്റെ ആദ്യ ബാച്ച് വീടുകൾ കൈമാറുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി. വലിയ പ്രതീക്ഷയോടെയാണ് മുണ്ടക്കൈ ചൂരൽമല മേഖലയിലുള്ളവർ ഈ പ്രഖ്യാപനത്തെ കാണുന്നത്. ഒപ്പം ഇന്നൊവേഷൻ കേന്ദ്രം സ്ഥാപിക്കാനായി 50 കോടി രൂപ, റെയർ എർത്ത് കോറിഡോറിനായി 100 കോടി രൂപ, സൗരോർജ്ജ സംരക്ഷണത്തിനായി ഓരോ പഞ്ചായത്തിനും 1 കോടി രൂപ അടക്കമുള്ള പ്രഖ്യാപനങ്ങളും ധനമന്ത്രി നടത്തി. നടക്കിയ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾ നാം ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. മരണപ്പെട്ടവരുടെ ആശ്രിതർക്കും ദുരന്തബാധിതർക്കും പ്രതിമാസ ധനസഹായം, ചികിത്സാ സഹായവും നൽകിയും വാടക നൽകുന്നതിനൊപ്പം മാതൃകാപരമായ ഒരു ടൗൺഷിപ്പ് പദ്ധതി പൂർത്തീകരണത്തിലേക്ക് അടുക്കുകയാണ്. സർ, കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ 410 വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. റോഡും ഡ്രെയിനേജുകളും പൊതുജനാരോഗ്യ കേന്ദ്രവും മാർക്കറ്റും കമ്മ്യൂണിറ്റി സെന്ററും ഓപ്പൺ തിയേറ്ററും അങ്കണവാടിയും മലിനജല സംസ്കരണ പ്ലാന്റും കളിസ്ഥലങ്ങളും ഉൾപ്പെട്ട ആസൂത്രിതമായ ഒരു ടൗൺഷിപ്പാണ് തയ്യാറാക്കുന്നത്. കേന്ദ്രത്തിന്റെ സംസ്ഥാനത്തോടുള്ള അവഗണനയ്ക്കിടയിലും സംസ്ഥാനം പിടിച്ചു നിൽക്കുന്നുവെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. വികസനത്തിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. സംസ്ഥാനത്തിന്റെ കടം താങ്ങാവുന്ന പരിധിയിലാണെന്നും 4 വർഷം കൊണ്ട് 5% കടം കുറഞ്ഞുവെന്നും ധനമന്ത്രി പറഞ്ഞു. പൂച്ച പെറ്റുകിടക്കും, ട്രഷറി അടച്ചിടും, ശമ്പളം മുടങ്ങും എന്ന പരിഹാസ പ്രവചനങ്ങൾ ഉണ്ടായത്. അത്തരം അപകടം ഒന്നും സംഭവിക്കാത്തത് കണ്ടിട്ടാണ് വികസനക്ഷേമ ചെലവുകൾ വെട്ടിക്കുറച്ചുകൊണ്ടും അമിതമായി കടം വാങ്ങിയുമാണ് കേരളം പിടിച്ചു നിന്നത് എന്ന ആരോപണം വരുന്നത്. പക്ഷേ ഇപ്പോൾ 2 വാദങ്ങളും ആരും ഉന്നയിക്കുന്നില്ല. കേന്ദ്ര സർക്കാരുമായും മറ്റ് സംസ്ഥാനങ്ങളുമായും താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിന്റെ കടം ദുർവഹമല്ല എന്ന കാര്യം ഇപ്പോൾ ഏതാണ്ട് എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട്. കേരളം കടം കയറി നശിച്ചു എന്ന പ്രചരണം വെളിവുള്ള ആരും ഇപ്പോൾ ഏറ്റെടുക്കുന്നില്ല. എന്നിരുന്നാലും കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകേണ്ടതുണ്ട്. സർ, ആദ്യം കേരളം എങ്ങനെ പിടിച്ചു എന്നത് വ്യക്തമാക്കാം. അതൊരു പരമരഹസ്യമാണ് സർ. കേന്ദ്രത്തിനെതിരെ ശക്തമായ വിമർശനമാണ് ധനമന്ത്രി ബജറ്റിനിടയിൽ ഉയർത്തിയത്. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അധികാരം കേന്ദ്രം കവർന്നെടുക്കുന്നുവെന്ന് ധനമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവകാശങ്ങളിൽ കടന്നുകയറി ഫെഡറലിസം തകർക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെയുള്ള പ്രതിഷേധം ബജറ്റിൽ രേഖപ്പെടുത്തുകയാണെന്നും ബാലഗോപാൽ വ്യക്തമാക്കി. GST പരിഷ്കരണം വഴി 8000 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് പറഞ്ഞ ധനമന്ത്രി കേരളത്തെ ശ്വാസം മുട്ടിക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്ന് കൂടി കൂട്ടിച്ചേർത്തു. ഞങ്ങളുടെ മുൻഗണന ഈ നാട്ടിലെ സാധാരണ മനുഷ്യരാണ്, അവരുടെ ജീവിത സുരക്ഷയാണ്. ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അവരുടെ ദുരിതമകറ്റാനാണ്. സർ, ജാതിയുടെയും മതത്തിന്റെയും സങ്കുചിത ചിന്തകളുടെയും പക്ഷത്തല്ല, മനുഷ്യന്റെ പക്ഷത്താണ് സർ ഞങ്ങൾ. വർഗീയ ശക്തികൾ ഉയർത്തിയ ആക്രമണങ്ങളെയും പ്രചരിപ്പിച്ച അസത്യങ്ങളെയും നേരിട്ട് മുന്നേറി വന്നവരാണ് ഞങ്ങൾ. സർ, മതമാണ് പ്രശ്നം എന്നതല്ല ഞങ്ങളെ നയിക്കുന്ന മുദ്രാവാക്യം. അത് മതമല്ല പ്രശ്നം, എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം എന്നതാണ് സർ. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിനെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവുള്ള കേരളത്തിൽ അവതരിപ്പിച്ച സർക്കാരിന്റെ ബജറ്റിൽ ജനങ്ങൾ വിശ്വസിക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അനാവശ്യ അവകാശവാദം കൊണ്ട് പവിത്രത നശിപ്പിച്ചെന്നും ഇത് വെറുമൊരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് മാത്രമാണെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. ഈ 600 രൂപ ഇപ്പൊ കൂട്ടിയിട്ട് 1 മാസമായുള്ളൂ. അതായത് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ട് ഗുണം കിട്ടിയില്ല എന്ന് മനസ്സിലായി. തലേ ആഴ്ച പ്രഖ്യാപിക്കുക, വല്ല ഗുണം കിട്ടിയ. കാരണം കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ യുക്തിയാണ് ചോദ്യം ചെയ്തത്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 1600 രൂപയുടെ പെൻഷൻ 2500 ആക്കി തരാമെന്ന് വാഗ്ദാനം നൽകി അതിന്റെ പേരിൽ വോട്ട് ചോദിച്ച് അധികാരത്തിൽ വന്നിട്ട് 4.25 കൊല്ലക്കാലം 1 രൂപ കൂട്ടാതെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന്റെ തലയാഴ്ച 400 രൂപ കൂട്ടിയാൽ അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ടെന്ന് ഞങ്ങളന്ന് പ്രതികരിച്ച. അൻഫിൽ ഡിസൂസയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാൻ. അൻഫിൽ, തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാനിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് സംസ്ഥാന സർക്കാർ അവസാന ബജറ്റ് പ്രഖ്യാപിച്ചത്. നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങൾ ഇതിനൊപ്പം ഉണ്ട്. ജീവനക്കാരെ മുഴുവൻ കയ്യിലെടുക്കുന്ന തരത്തിൽ ശമ്പള പരിഷ്കരണം അടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എങ്ങനെ വിലയിരുത്തേണ്ടി വരും ഈ ബജറ്റിനെ? അഖില, അതുതന്നെയാണ് തെരഞ്ഞെടുപ്പിന് വിജ്ഞാപനത്തിന് തൊട്ടു മുമ്പ് പ്രഖ്യാപിക്കുന്ന അവസാന ബജറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലും ഒരു കരുതലുണ്ട്. എല്ലാ മേഖലയിലും കൈവച്ചുകൊണ്ട് വോട്ട് മുഴുവനും പെട്ടിയിലാക്കാമെന്നൊരു മുൻവിധി അല്ലെങ്കിൽ അങ്ങനെ കൃത്യമായ കണക്കുകൂട്ടലിൽ തന്നെയാണ് എല്ലാ മേഖലയിലും സർക്കാരിൻ്റെ ഒരു കൈത്താങ് അല്ലെങ്കിൽ ഒരു കരസ്പർശം ഓട്ടോറിക്ഷ തൊഴിലാളികളെ വരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പദ്ധതികളാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ എല്ലാവരും കാത്തിരുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ കൂട്ടിയില്ല. കാരണം അതിനെതിരെയാണ് ഇപ്പോൾ പ്രതിപക്ഷമൊക്കെ വലിയ രീതിയിൽ വിമർശനമൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ 2500 പഠന പദ്ധതി
2000 മറ്റേന്ന് സർക്കാരിന് ബാധിക്കാം. അതിനപ്പുറത്തേക്ക് ക്ഷേമ പെൻഷൻ കൂട്ടിയില്ല എങ്കിലും മറ്റെല്ലാ സുരക്ഷാ പെൻഷനുകളും ഇപ്പോൾ അംഗൻവാടി ടീച്ചർമാർക്കും ഹെൽപ്പർമാർക്കും അതോടൊപ്പം തന്നെ പ്രീ പ്രൈമറി ടീച്ചർമാർക്കും ഒക്കെ 1000 രൂപ വെച്ചൊക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സാക്ഷരതാ പ്രേരകന്മാർക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ക്യാൻസർ രോഗികളുടെ പെൻഷനൊക്കെ ഇരട്ടിയാക്കിയിട്ടുണ്ട്. ആ രീതിയിൽ വിദ്യാഭ്യാസ രംഗത്തും കുട്ടികളുടെ സൗജന്യ വിദ്യാഭ്യാസം ബിരുദതലം വരെ ആക്കിയിട്ടുണ്ട്. 1 മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇൻഷുറൻസ്, അങ്ങനെ എല്ലാ മേഖലകളിലും കൃത്യമായ ഒരു കൈത്താങ്ങാകുന്ന എല്ലാ മേഖലകളിലുള്ളവരെ സ്പർശിക്കുന്ന ഒരു ജനക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചു. അതിനപ്പുറത്തേക്ക് വലിയ ഒരു വോട്ട് ബാങ്ക് ആയിരുന്ന അല്ലെങ്കിൽ എല്ലാ കൃത്യമായി പ്രതീക്ഷിച്ചിരുന്ന രീതിയിൽ ജീവനക്കാരെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ ജീവനക്കാരെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ട്. ഇനി ജീവനക്കാരുടെ പ്രതികരണം, കാരണം ഈ അഷ്യൂർഡ് ഇൻഷുറൻസ് എത്രത്തോളം പ്രായോഗികമാണ് എന്ന ചോദ്യമൊക്കെ ഉയർത്തുന്നുണ്ടെങ്കിൽ പോലും ഫലത്തിൽ ഒറ്റ നോട്ടത്തിൽ അവരെ സന്തോഷിപ്പിക്കുന്നതാണ്. കാരണം ശമ്പള പരിഷ്കരണ കമ്മീഷനൊക്കെ പ്രഖ്യാപിച്ചിരിക്കുക, അതൊരു അനിശ്ചിതാവസ്ഥയിലായിരുന്നു. അങ്ങനെ ജീവനക്കാരെയൊക്കെ തന്നെ അവരുടെ പല കുടിശ്ശിക ക്ഷാമബത്ത കുറിച്ച് മുഴുവൻ മാർച്ചോടുകൂടി കൊടുത്തു തീർക്കുമെന്നുള്ള പ്രഖ്യാപനമൊക്കെ നടത്തി. അങ്ങനെ ആ ഒരു വിധത്തിൽ സർക്കാർ ജീവനക്കാരെ കയ്യിലെടുക്കാമെന്ന് തന്നെയാണ് സർക്കാർ കരുതുന്നത്. അങ്ങനെ എല്ലാ മേഖലയിലുള്ളവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് പൂർണ്ണമായ ഒരു തൃപ്തി വരുത്തുന്ന രീതിയിൽ ഈ കടുത്ത ഞെരുക്കത്തിനിടയിലും സർക്കാർ അത് ചെയ്തു എന്നാണ്. വമ്പൻ പദ്ധതികളൊന്നും തന്നെ പ്രഖ്യാപിച്ചിട്ട് വികസന പദ്ധതികൾ, കാരണം അത് 2 രീതിയിൽ വ്യാഖ്യാനിക്കുക. ഒന്നൊരു സർക്കാരിന് ഏറ്റവും അവസാനത്തെ ബജറ്റ് ആകുമ്പോൾ ഒരിക്കലും അത്തരത്തിൽ പ്രഖ്യാപനങ്ങളിലേക്ക് പോകില്ല. മറ്റൊന്ന് സർക്കാരിന്റെ കയ്യിൽ 5 പൈസ പോലും എടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിയും കൂടിയാണ്, സാമ്പത്തിക സ്ഥിതിയും കൂടിയാണ്. കടുത്ത ഈ 3 മണിക്കൂർ നീണ്ടുന്ന ബജറ്റിൽ ഉടനീളം തന്നെ ഓരോ തവണയും ഓരോ സെന്റൻസ് പറയുമ്പോഴും കേന്ദ്ര സർക്കാരിനെ കൃത്യമായി കുത്തുന്ന രീതിയിലുള്ള വരികൾ തന്നെ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാരിന്റെ വിമർശനം, കേന്ദ്ര സർക്കാർ കേരളത്തോട് കാട്ടിയ രാഷ്ട്രീയ വിവേചനങ്ങൾ ഓരോന്നും തന്നെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ 3 മണിക്കൂർ ദൈർഘ്യമുള്ള പ്രസംഗത്തിലുടനീളം അത് പ്രതിഫലിച്ചിരുന്നു. അതോടൊപ്പം തന്നെയും വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊന്നുമില്ലാതെ കൃത്യമായ സുരക്ഷ, സാമൂഹ്യ സുരക്ഷ, ജനക്ഷേമ, ജനപ്രിയ ബജറ്റ് എന്ന രീതിയിൽ തന്നെയാണ് ഒരു ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ പ്രതിപക്ഷമാകട്ടെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പ്രാഥമിക ഘട്ടത്തിൽ ഇപ്പോൾ ഈ മീഡിയ റൂമിലെ വാർത്താ സമ്മേളനത്തിൽ സമഗ്രമായ ഒരു വിലയിരുത്തൽ നടത്താൻ അവർക്ക് പറ്റിയില്ലെങ്കിൽ പോലും ഏറെക്കുറെ ഒറ്റയടിക്കുള്ള ഇതിന് വിലയിരുത്തലിൽ നിന്ന് തന്നെ പ്രതിപക്ഷം പറയുന്നുണ്ട് ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ളതാണ്. കാരണം ഇതൊരു പ്ലാൻ ഫണ്ടിന്റെ വിവരണമാണ്, സൂക്ഷ്മതലങ്ങളിലേക്ക് ഒരു പ്ലാൻ ഫണ്ടാണ് ഇത്രയും 3 മണിക്കൂർ ഘോരം പ്രസംഗിച്ചു എന്ന രീതിയിലാണ് പറയുന്നത്. ഈ കഴിഞ്ഞ 5 വർഷമായ പ്ലാൻ ഫണ്ടൊക്കെ എവിടെയായിരുന്നു? ഇതൊന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടുമില്ല. അത് പദ്ധതി പൈസ പോലും ചിലവാക്കിയിട്ട് വെറും 30% ഈ 5 വർഷം കൊണ്ട് പ്ലാൻ ഫണ്ടിൽ ചിലവഴിച്ചത്. അങ്ങനെ എന്തിനാണ് ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത്? ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ. അങ്ങനെ അതിരൂക്ഷ വിമർശനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. എന്തായാലും വരും ദിവസങ്ങളിലൊക്കെ തന്നെയും ഈ ബജറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ കൃത്യമായ വിശകലനങ്ങളും കൃത്യമായ വിലയിരുത്തലുകളും ഒക്കെ ഉണ്ടാകും. കാരണം ഇത് എങ്ങനെ ഈ ജീവനക്കാരുടെ പെൻഷൻ ഉൾപ്പെടെയുള്ള നടപ്പാക്കുമ്പോൾ ഇതൊക്കെ എങ്ങനെ പ്രായോഗികമായി വരും? ഈ ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിച്ചു, പക്ഷേ 3 മാസം കഴിയുമ്പോഴത്തേക്കും സർക്കാരിന്റെ കാലാവധി കഴിഞ്ഞു. അപ്പോൾ അത് ആരാകും അടുത്ത് നടപ്പാക്കുക? വിജ്ഞാപനം വന്നാൽ അത് പിന്നെ തൊടാൻ പോലും പറ്റുകയില്ല. അപ്പോൾ അങ്ങനെ പല പ്രഖ്യാപനങ്ങൾ നടത്തി ഇതിന് എങ്ങനെ ഒരു പ്രായോഗിക തലത്തിലേക്ക് കടക്കുന്ന രീതിയിൽ വിലയിരുത്തൽ വരുമ്പോൾ സർക്കാരിന്റെ മറുപടി ഉണ്ടാകും, പ്രതിപക്ഷം ഇതിനെ വിമർശിക്കുന്നത് ഉണ്ടാകും. ഇപ്പോൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അല്പസമയത്തിനകം മീഡിയ റൂമിൽ വന്ന് മാധ്യമങ്ങളെ കാണും. കാരണം ഈ പദ്ധതികൾ എങ്ങനെ നടപ്പാക്കും, ഇതിന്റെ വരുമാന സ്രോതസ് ഉൾപ്പെടെ തന്നെ ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിനെ ആശ്വസിക്കാം, എല്ലാ മേഖലയിലും കൈവച്ചുകൊണ്ടുള്ള ഒരു ജനകീയ ബജറ്റ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അഖില, ശരി, ആൻഫ്ലി ഡിസൂസയാണ് വിശദാംശങ്ങൾ നൽകിയത്. സർക്കാരിനെ സംബന്ധിച്ച് അടുത്ത തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചിട്ടുള്ള വളരെ വിശദമായ ഒരു ബജറ്റ് എന്ന തരത്തിൽ പറയാം. പക്ഷേ പ്രതിപക്ഷം ശക്തമായി എതിർക്കുകയാണ്. വിശ്വാസ്യത തന്നെ നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചത് എന്ന് പറയുന്നു. ഒപ്പം ഇനി സംസ്ഥാനത്തിന്റെ ഒരു സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് എങ്ങനെ ഈ പദ്ധതികൾ നടപ്പാക്കാൻ കഴിയും എന്നുള്ളത് പ്രധാനമായും ഉയരുന്ന ചോദ്യമാണ്. നേരത്തെ തന്നെ കിഫ്ബി അടക്കമുള്ളവയിൽ ഇതുവരെ അനുവദിച്ചതിൽ 1/3 പോലും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അത്ര തുക പോലും ചിലവാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുകൂടി മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു വ്യാപ്തി നമ്മൾ അറിയേണ്ടത്. ഒപ്പം ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ വാരിക്കോരി നൽകുന്നത് തോൽവി മനസ്സിലാക്കിയാണ് എന്നുള്ളൊരു പ്രതികരണമാണ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം നടത്തിയത്. വരവില്ലാതെ ചെലവുകളുടെ പെരുമഴയാണ് ബജറ്റിലുള്ളത്. ആശാവർക്കർമാർ 1 വർഷത്തിലേറെ സമരം നടത്തി. ഇപ്പോൾ അവസാന ബജറ്റിൽ കൂട്ടി നൽകുകയാണ്. കേരള സമൂഹത്തെ ഇടതു സർക്കാർ പറ്റിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ ക്ലിയർ ആണ്, കേട്ടവർക്കൊക്കെ മനസ്സിലാവും. ഇത്തരം കാര്യങ്ങളൊക്കെ 10 വർഷം മുമ്പ് ചെയ്യേണ്ടതായിരുന്നു, ഞങ്ങൾക്ക് അത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വ്യക്തമായി ജനങ്ങളോട് പറയുന്ന ബജറ്റാണ്. വളരെ ക്ലിയറാണ്. 10 കൊല്ലം മുമ്പ് 2016 അധികാരത്തിലേറിയപ്പോൾ മുതൽ ചെയ്യേണ്ട കാര്യങ്ങൾ 10 കൊല്ലം ഞങ്ങൾ ചെയ്തിട്ടില്ല, ഇത് ചെയ്യേണ്ടതാണ് എന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ ബോധ്യമുണ്ട് എന്ന് ജനങ്ങളുടെ മുമ്പിൽ നടത്തുന്ന മാപ്പപേക്ഷയും കുറ്റസമ്മതവും ഒക്കെ ആയിട്ട് ഇതിനെ കാണാൻ കഴിയും. വികസിത ഇന്ത്യ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനുള്ള നിർണായക ചുവടുവയ്പ്പാണ് ബജറ്റ് സമ്മേളനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2025-26 രാജ്യത്തിന്റെ GDP 7.4% വളർച്ച കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. തുടർച്ചയായി 9ാം തവണ പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ വനിതാ ധനമന്ത്രിയായി നിർമ്മലാ സീതാരാമൻ മാറുകയാണ്. രാജ്യത്തിന്റെ പാർലമെന്ററി ചരിത്രത്തിൽ അഭിമാനകരമായ നിമിഷമാണിതെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി.
അഴീക്കോട് നിയമസഭാ കേസിൽ നിർണായക ഉത്തരവുമായി സുപ്രീംകോടതി. മുസ്ലിം ലീഗ് നേതാവ് KM ഷാജിക്ക് അയോഗ്യത കൽപ്പിച്ച ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി തള്ളി. അയോഗ്യത വിധിക്കാൻ ഹൈക്കോടതിക്ക് അധികാരമില്ലെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു. അഴീക്കോട് തെരഞ്ഞെടുപ്പ് കേസിൽ KM ഷാജിയുടെ അയോഗ്യത പ്രാബല്യത്തിൽ വരുത്തണമെന്നാവശ്യപ്പെട്ട് MV നികേഷ് കുമാർ സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ നിർണായക ഉത്തരവ്. 2016 തെരഞ്ഞെടുപ്പ് കേസ് അപ്രസക്തമായെങ്കിലും ഷാജിക്ക് ഹൈക്കോടതി വിധിച്ച അയോഗ്യത പ്രാബല്യത്തിലാക്കണമെന്നായിരുന്നു ആവശ്യം. 2016 തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വർഗീയ കാർഡ് പ്രചരിപ്പിച്ചുവെന്നതടക്കം നികേഷ് കുമാർ ഉയർത്തിയ ആരോപണങ്ങൾ ഹൈക്കോടതി ശരിവെക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് സുപ്രീംകോടതിയുടെ നിർണായക ഉത്തരവ് വന്നിരിക്കുന്നത്. സ്വർണ്ണവിലയിൽ വൻ വർധനവ്. ഒറ്റയടിക്ക് പവൻ 8,640 രൂപ കൂടി. 16,395 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. പണിക്കൂലിയും GST അടക്കം 1 പവൻ സ്വർണ്ണാഭരണത്തിന് 1.5 ലക്ഷം രൂപയോളം വില വരും. ചരിത്രത്തിൽ ആദ്യമായാണ് ഒറ്റ ദിവസം കൊണ്ട് 1 പവൻ സ്വർണത്തിന് 8,640 രൂപ വർദ്ധിക്കുന്നത്. 1,31,160 രൂപയാണ് 1 പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ 32,000 രൂപയുടെ വർധനവാണ് കേരളത്തിൽ സ്വർണത്തിനുണ്ടായത്. അമേരിക്കയുടെ അന്താരാഷ്ട്ര നയങ്ങളും തുടർന്ന് ഡോളറിനുണ്ടായ ഇടിവുമാണ് റെക്കോർഡ് വില വർധനവിന്റെ ഒരു കാരണം. US ഡോളർ 98 ആയിരുന്നു ഇൻഡെക്സ്. അതിപ്പോൾ 96 എത്തിയിട്ടുണ്ട്. ഡോളർ ദുർബലമാകുന്നത് സ്വർണ്ണവില കുതിക്കുന്നതിന് മറ്റൊരു കാരണമായി ചൂണ്ടിക്കാണിക്കും. ഡോളർ ഇൻഡെക്സ് 95 താഴെയിലേക്ക് പതിച്ചാൽ സ്വർണ്ണവില $6,000 കടന്ന് 7,000-ലേക്കും 8,000-ലേക്കും പോകുമെന്നുള്ള സൂചനകളാണ് വരുന്നത്. അതേസമയം വെള്ളി വിലയിലും കുതിപ്പ് തുടരുകയാണ്. 410 രൂപയാണ് 1 ഗ്രാം വെള്ളിയുടെ വില. അമൃത ന്യൂസ്, കൊച്ചി. വിമാനാപകടത്തിൽ മരിച്ച മഹാരാഷ്ട്ര മുൻ ഉപമുഖ്യമന്ത്രിയും NCP അധ്യക്ഷനുമായ അജിത് പവാറിന് രാജ്യം കണ്ണീരോടെ വിട നൽകി. ജന്മനാടായ ബാരാമതിയിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. അതേസമയം വിമാനാപകടത്തിൽ DGC അന്വേഷണം പുരോഗമിക്കുകയാണ്. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സും കണ്ടെത്തി. ഇന്നലെ രാവിലെയായിരുന്നു രാജ്യത്തെ നടുക്കിയ വിമാനാപകടം. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറും സംഘവും മുംബൈയിൽ നിന്ന് ബാരാമതിയിലേക്ക് സഞ്ചരിച്ച വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. അജിത് പവാറിനൊപ്പം സഞ്ചരിച്ചിരുന്ന 4 പേരും തൽക്ഷണം മരിച്ചു. കർഷക റാലിയടക്കം 4 പരിപാടികളിൽ പങ്കെടുക്കാനായിരുന്നു അജിത് പവാറിന്റെ യാത്ര. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ അതികായനായ പവാറിന്റെ വിയോഗം ഏറെ ഞെട്ടലോടെയാണ് രാജ്യം കേട്ടത്. മരണവാർത്ത കേട്ടതു മുതൽ വിവിധ കോണുകളിൽ നിന്നും നിരവധി പേർ അനുശോചനം അറിയിച്ചു. ആയിരക്കണക്കിന് ജനങ്ങളെ സാക്ഷിയാക്കിയായിരുന്നു അജിത് പവാറിന്റെ അന്ത്യയാത്ര. രാവിലെ 7 മണിയോടെ കത്തേവാടിയിലെ വീട്ടിൽ അജിത് പവാറിന്റെ ഭൗതിക ശരീരം എത്തിച്ചു. 1 മണിക്കൂർ പൊതുദർശനമായിരുന്നു നിശ്ചയിച്ചിരുന്നത് എങ്കിലും ഏറെ വൈകിയായിരുന്നു പൊതുദർശനം പൂർത്തിയായത്. തുടർന്ന് വിലാപയാത്രയായി സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന വിദ്യാപ്രതിഷ്ഠാൻ കോളേജിലേക്ക് എത്തി. വൻ ജനാവലിയായിരുന്നു പ്രിയ നേതാവിനെ അവസാനമായി കാണാൻ തടിച്ചുകൂടിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള പ്രമുഖ നേതാക്കൾ സംസ്കാര ചടങ്ങിനായി എത്തി. 21 पोलीस जवानांसह जनरल सॅल्यूट करण्यासाठी ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി ഒഴുകിയെത്തിയ ആയിരങ്ങളെ കൊണ്ട് ബാരാമതി അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചിരുന്നു. പ്രിയ നേതാവിന്റെ വേർപാട് പലർക്കും താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. അജിത് പവാറിനോടുള്ള ആദരസൂചകമായി ബാരാമതിയിലെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും ഇന്നും അടച്ചിട്ടു. വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ബാരാമതിയിൽ ഒരുക്കിയിട്ടുള്ളത്. അതേസമയം വിമാനാപകടത്തിൽ DGCA അന്വേഷണം പുരോഗമിക്കുകയാണ്. വിമാനം വാടകയ്ക്ക് നൽകിയ BSR കമ്പനി ഓഫീസിൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയിലെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ഇന്നലെ ഫോറൻസിക് സംഘവും അപകട സ്ഥലത്തെത്തി പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ലോക കേരള സഭയുടെ 5ാം സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. വൈകുന്നേരം 5 മണിക്ക് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 125 രാജ്യങ്ങളിൽ നിന്നും 28 സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രവാസി പ്രതിനിധികൾ 3 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കും. പ്രതിപക്ഷം ഇത്തവണയും ലോക കേരള സഭയിൽ നിന്ന് വിട്ടുനിൽക്കും. 8 വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചർച്ചകളും 7 മേഖലാ സമ്മേളനങ്ങളും നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടക്കും. മന്ത്രിമാർ, വകുപ്പ് സെക്രട്ടറിമാർ, വിഷയ വിദഗ്ധർ, MLA മാർ എന്നിവർ 3 ദിവസത്തെ ചർച്ചയിൽ പങ്കെടുക്കും. പ്രവാസി വിദ്യാർത്ഥികൾക്കായുള്ള സ്റ്റുഡന്റ് മൈഗ്രേഷൻ പോർട്ടൽ, എയർപോർട്ട് ഹെൽപ്പ് ഡെസ്ക്, ഷെർപ്പ പോർട്ടൽ, ലോക കേരളം ഓൺലൈൻ സേവനങ്ങൾ എന്നിവയുടെ ഉദ്ഘാടനവും സമ്മേളനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി നിർവഹിക്കും. അതേസമയം ധൂർത്താരോപിച്ചും പദ്ധതി നടത്തിപ്പിലെ വ്യക്തതക്കുറവ് ചൂണ്ടിക്കാട്ടിയും പ്രതിപക്ഷം ഇത്തവണയും ലോക കേരള സഭ ചർച്ചയിൽ നിന്നും വിട്ടുനിൽക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
വിവാദങ്ങൾക്കും പാർട്ടിയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കും പിന്നാലെ കോൺഗ്രസ് നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തി ശശി തരൂർ MP. പാർലമെന്റ് ഹൌസിലായിരുന്നു കൂടിക്കാഴ്ച. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ഏകദേശം 30 മിനിറ്റോളം നീണ്ടുനിന്ന ചർച്ചയിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര വിഷയങ്ങളും ചർച്ചയായി. കേരളത്തിൽ നടക്കാനിരിക്കുന്ന നിർണായകമായ തെരഞ്ഞെടുപ്പിനുള്ള ഉന്നതതല യോഗങ്ങളിൽ നിന്നും ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട ഉന്നതതല യോഗങ്ങളിൽ നിന്നും ശശി തരൂർ വിട്ടുനിന്നിരുന്നു. ഇത് വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്കാണ് വഴിവെച്ചിരുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് തന്റെ ഭാഗം വ്യക്തമാക്കുന്നതിനും ആശങ്കകൾ പങ്കുവയ്ക്കുന്നതിനും ശശി തരൂർ നേതൃത്വത്തെ കാണാൻ സമയം കണ്ടെത്തിയത്. ശബരിമലയിൽ സ്പോൺസർഷിപ്പിന്റെ മറവിൽ കോടികളുടെ കൊള്ള നടക്കുന്നുവെന്ന് 12 വർഷം മുമ്പ് വിജിലൻസ് കണ്ടെത്തിയ റിപ്പോർട്ട് പുറത്ത്. സ്വർണ്ണ കൊടിമരത്തിൽ പെയിന്റ് അടിച്ചതും കോടികളുടെ പണപ്പിരിവും ഉൾപ്പെടെയുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിലുണ്ട്. തട്ടിപ്പ് സംബന്ധിച്ച അതീവ ഗുരുതര വിജിലൻസ് മുന്നറിയിപ്പുകൾ ദേവസ്വം ബോർഡ് അവഗണിച്ചതായാണ് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നത്. ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിന്റെ പകർപ്പ് അമൃത ന്യൂസിന് ലഭിച്ചു. ശബരിമലയുടെ ചൈതന്യത്തെ പോലും ബാധിക്കുന്ന തരത്തിൽ ഉദ്യോഗസ്ഥ സ്പോൺസർ മാഫിയ സന്നിധാനത്ത് പിടിമുറുക്കിയിരുന്നതായി 12 വർഷം മുൻപ് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് നൽകിയിരുന്നു. 2013 അന്നത്തെ വിജിലൻസ് SP CP ഗോപകുമാറാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചത്. തന്ത്രിയുടെയോ ബോർഡിന്റെയോ അനുമതിയില്ലാതെ കൊടിമരത്തിന്റെ ചൂട്ടിലെ ശില്പങ്ങളിൽ സ്വർണ്ണ നിറത്തിലുള്ള ചായം അടിച്ചതായിരുന്നു പ്രധാന കണ്ടെത്തൽ. ചെന്നൈയിലെ ഒരു വ്യാപാര സ്ഥാപനത്തിന്റെ ചെലവിൽ തന്നിഷ്ടപ്രകാരമാണ് അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ M സതീഷ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ K രാജൻ എന്നിവർ ഇത് ചെയ്തത്. ചൈതന്യലോപത്തിന് ഇത് കാരണമായെന്ന് തന്ത്രിമാരായ കണ്ഠരർ രാജീവരനും കണ്ഠരർ മഹേശ്വരനും അന്ന് റിപ്പോർട്ട് നൽകിയിരുന്നു. മാത്രമല്ല, സ്പോൺസർഷിപ്പിന്റെ മറവിലും അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കോടികളുടെ പണപ്പിരിവ് നടക്കുന്നതായും റിപ്പോർട്ടിലുണ്ട്. പിരിച്ചെടുക്കുന്ന തുകയുടെ ചെറിയ പങ്ക് മാത്രം ശബരിമലയിൽ ചെലവാക്കുകയും ബാക്കി തുക ഉദ്യോഗസ്ഥരും സ്പോൺസർമാരും വീതിച്ചെടുക്കുന്നുവെന്നുമാണ് കണ്ടെത്തിയിരുന്നത്. പ്രതിഫലമായി സ്പോൺസർമാർക്ക് സന്നിധാനത്ത് VIP പരിഗണനയും നൽകി വന്നു. 2012 ഏപ്രിൽ 4-ന് ഇരുവരും ചേർന്ന് അനുമതിയില്ലാതെ സന്നിധാനത്ത് ഒറ്റത്താമ്പൂല പ്രശ്നവും നടത്തി. ഇക്കാര്യം ദേവസ്വം ഓംബുഡ്സ്മാന്റെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹം ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തതോടെയാണ് വിജിലൻസ് അന്വേഷണത്തിന് കളമൊരുങ്ങിയത്. ഗുരുതര വീഴ്ച വരുത്തിയ എക്സിക്യൂട്ടീവ് ഓഫീസറെയും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെയും സസ്പെൻഡ് ചെയ്യാനും വകുപ്പ് തല നടപടി സ്വീകരിക്കുവാനും അന്നത്തെ ലേസൺ ഓഫീസറായിരുന്ന P ബാലനെ തൽസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാനും വിജിലൻസ് ശുപാർശ ചെയ്തിരുന്നു. എന്നാൽ ഭരണതലത്തിലെ സ്വാധീനം ഉപയോഗിച്ച് യാതൊരു നടപടിയും സ്വീകരിക്കാതെ ഈ റിപ്പോർട്ട് പൂഴ്ത്തി. ഈ അനാസ്ഥയാണ് പിന്നീട് ശബരിമലയിൽ വലിയ രീതിയിലുള്ള സ്വർണ്ണക്കവർച്ചയടക്കമുള്ള സംഭവങ്ങളിലേക്ക് നയിച്ചതെന്നാണ് ലഭിക്കുന്ന സൂചന. ബോർഡിന്റെ രേഖാമൂലമുള്ള അനുമതിയില്ലാതെ യാതൊരു സ്പോൺസർഷിപ്പും പാടില്ലെന്ന കർശന നിർദ്ദേശവും അന്ന് കാറ്റിൽ പറത്തി. ദേവസ്വം വിജിലൻസ് അന്ന് നൽകിയ മുന്നറിയിപ്പ് മുഖവിലേക്കെടുത്തിരുന്നെങ്കിൽ ശബരിമലയുടെ ചരിത്രത്തിലെ വലിയ കവർച്ചകളും അഴിമതികളും തടയാമായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന രേഖകൾ തെളിയിക്കുന്നത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിനെ 14 ദിവസത്തേക്ക് കൂടി റിമാൻഡ് ചെയ്തു. ഫെബ്രുവരി 12 വരെയാണ് കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തത്. വീൽചെയറിലാണ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S ശ്രീകുമാറിന് ജാമ്യം. ദ്വാരപാലക ശില്പക്കേസിൽ മാത്രമാണ് ശ്രീകുമാർ പ്രതിയായിട്ടുള്ളത്. ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് തീരുമാനം. അറസ്റ്റിലായി 50 ദിവസമാകുന്നതിന് മുമ്പാണ് ജാമ്യം. പെർമിറ്റ് പുതുക്കാത്തതിനെ തുടർന്ന് തൃശൂർ കോർപ്പറേഷന്റെ വാഹനത്തിനെതിരെ കേസെടുത്ത് മോട്ടോർ വാഹന വകുപ്പ്. കോർപ്പറേഷന്റെ LGB വാഹനത്തിനെതിരെ 5000 രൂപയാണ് മോട്ടോർ വാഹന വകുപ്പ് പിഴയിട്ടത്. വാഹനത്തിന്റെ പെർമിറ്റ് പുതുക്കാത്തതിനും പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനുമെതിരെയാണ് നടപടി. മോട്ടോർ വാഹന വകുപ്പ് ഇൻസ്പെക്ടർ PV ബിജുവിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. കോഴിക്കോട് മാളിക്കടവിൽ 26-കാരിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി വൈശാഖിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 5 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടത്. കൊയിലാണ്ടി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. അതേസമയം കൊലപാതകം നടന്ന മാളിക്കടവിലെ വൈശാഖിന്റെ സ്ഥാപനത്തിൽ ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തിയിരുന്നു. 16 വയസ്സ് മുതൽ പ്രതി യുവതിയെ പീഡിപ്പിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയതിനു പിന്നാലെ പ്രതിക്കെതിരെ പോക്സോ വകുപ്പുകൾ ചേർത്ത് പുതിയ FIR രജിസ്റ്റർ ചെയ്തു. ഈ കേസിലും പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. കൊളംബിയയിൽ ചെറുവിമാനം തകർന്നു വീണ് 15 പേർ മരിച്ചു. നോർട്ടെ ഡി സാൻഡർ പ്രവിശ്യയിലാണ് വിമാനം തകർന്നു വീണത്. സർക്കാർ ഉടമസ്ഥതയിലുള്ള സെറ്റേന എയർലൈൻസിന്റേതാണ് വിമാനം. പ്രാദേശിക സമയം രാവിലെ 11:42-ന് കുക്കുട്ട നഗരത്തിൽ നിന്നും പറന്നുയർന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. 40 മിനിറ്റ് അകലെയുള്ള ഒക്കാനയിലേക്ക് പോവുകയായിരുന്ന വിമാനത്തിന് പുറപ്പെട്ടതിന് തൊട്ടുപിന്നാലെ എയർ ട്രാഫിക് കൺട്രോളുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു. 13 യാത്രക്കാരും 2 ജീവനക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്.
T20 ലോകകപ്പ് ബഹിഷ്കരണം എന്ന നീക്കത്തിൽ നിന്ന് പിൻവാങ്ങി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ്. സുരക്ഷാ കാരണങ്ങളാൽ ഇന്ത്യയിൽ കളിക്കില്ല എന്ന് പ്രഖ്യാപിച്ച ബംഗ്ലാദേശിനെ ICC ടൂർണമെന്റിൽ നിന്നും നീക്കിയതിനെ തുടർന്നാണ് പാകിസ്ഥാൻ ബഹിഷ്കരണ ഭീഷണി മുഴക്കിയത്. പിന്നാലെ PCB ചെയർമാൻ മോസിൻ നഖ്വി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ലോകകപ്പ് ബഹിഷ്കരണ നീക്കം ഉപേക്ഷിക്കാൻ പാകിസ്ഥാൻ തീരുമാനിക്കുകയായിരുന്നു. ഫെബ്രുവരി 7 ആരംഭിക്കുന്ന ലോകകപ്പിൽ പങ്കെടുക്കാനായി പാകിസ്ഥാൻ ടീം കൊളംബോയിലേക്ക് വിമാന ടിക്കറ്റുകൾ ബുക്ക് ചെയ്തതായാണ് വിവരം. നിലവിൽ പാകിസ്ഥാനിൽ T20 പരമ്പര കളിക്കുന്ന ഓസ്ട്രേലിയൻ ടീമിനൊപ്പമാണ് പാകിസ്ഥാനും ശ്രീലങ്കയ്ക്കും ടിക്കറ്റുകൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.